വിനിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാല് മസ്കോത്ത് ഹൽവ. മസ്കോത്ത് ഹൽവ എന്ന് പറയുന്നത് തമിഴ്നാട്ടില് കിട്ടുന്ന ഒരു സംഭവമാണ്. മൈദ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോ ആദ്യം മൈദയാണെന്ന് കേട്ടതും അയ്യോ ഇനി ഇതിപ്പോ എന്താ ചെയ്യാൻ പോണ, മൈദ അൺഹെൽത്തി അല്ലേ, അങ്ങനെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കഴിക്കുന്ന എല്ലാ കാര്യവും ഭയങ്കര ഹെൽത്തി ആയിട്ടാണോ കഴിക്കുന്നത്? ചില വിഭവങ്ങൾ ചില രീതിയിൽ കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ പൊറോട്ട ഇതൊക്കെ ഓക്കെ, വീറ്റ് പൊറോട്ട ഇപ്പൊ കഴിക്കേണ്ട ആൾക്കാര്, പക്ഷെ എന്നാലും ചില കാര്യങ്ങള് മൈദ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഗ്ലൂട്ടൻ മാറ്റിയിട്ടാണ് നമ്മൾ അതിന്റെ പാലാണ് എടുക്കുന്നത്. അപ്പൊ ഇതിവിടെ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ, ആ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ ജസ്റ്റ് ഒന്ന് കുഴയ്ക്കും. അപ്പോ ഇനി എന്താണ് പറയാ, ഇതിൽ നെയ്യോ അങ്ങനെയൊന്നും യൂസ് ചെയ്യണില്ല. നെയ്യൊക്കെ യൂസ് ചെയ്യാണ്ട് ഒരു ഹൽവയോ ചോദിക്കും. യെസ്, അങ്ങനെയും ഒരു ഹൽവയുണ്ട്, ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടാവും. എന്നും ഒരേപോലെയുള്ളൊരു രീതിയല്ലേ, കുറച്ച് അങ്ങനെ കട്ടിയായിട്ടുള്ള രീതിയിൽ വരണ പോലെ കണ്ടോ. കണ്ടത് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് എല്ലാം അവിടെ ആക്കി വെച്ചു കേട്ടോ. ഇതുവരെയ്ക്കും നമ്മൾ ഓക്കെ ആണല്ലോ. ഇങ്ങനെയൊക്കെ വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനി ചെയ്യാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മൾ ഒരു 4-5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ പരത്തി അവിടെ അങ്ങോട്ട് വെക്കുക. ഒരു എന്താ പറയാ, 1 മണിക്കൂറൊക്കെ ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പാലെടുക്കും. അത് കഴിഞ്ഞ് അതിന്റെ ഗ്ലൂട്ടൻ നമ്മൾ എടുത്ത് മാറ്റും. എന്നിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ പോണം, മസ്കോത്ത് ഹൽവ. ഓക്കെ, അപ്പൊ ഇത് ഇതുപോലെ തന്നെ ഇരുന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ 2 മണിക്കൂറായി ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ ഓക്കെ അങ്ങോട്ട് കുഴയ്ക്കുക വെള്ളത്തില്. ഈ പശ കണ്ടോ, ഇതാണ് ഗ്ലൂട്ടൻ. നമ്മൾ പാലെടുക്കുകയാണ്, നന്നായിട്ട് കുഴച്ച് അതിന്ന് കംപ്ലീറ്റ് പാലും എടുക്കാൻ നോക്കാം. നോക്കൂ, വെറുതെ ചിന്തിച്ചിട്ട് എന്താ പറയാ ഭയങ്കര അൺഹെൽത്തി ആണല്ലോ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ദിവസവും ഈ മസ്കോട്ട് ഹൽവ ആരെങ്കിലും കഴിക്കണ്ടോ? ഇല്ലല്ലോ. വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ, അപ്പൊ കുഴപ്പമില്ല. ഇങ്ങനെ ആക്കി നല്ല രീതിയിൽ ഉണ്ടോ, ഈ പ്രോസസ്സാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ എടുക്കും പാല് കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ ഇത് മുഴുവൻ പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിനറിലാണ് ഇത് അരിക്കാൻ പോണത്. എന്നിട്ട് ഒഴിക്കാൻ പോണതോ ഇങ്ങനെ ഒരു ഗ്ലാസ് ജാറിൽ. എന്താ ഗ്ലാസ് ജാറിൽ ഒഴിക്കാൻ കാരണം എന്നറിയോ? അപ്പോഴേ നമുക്ക് അത്
എന്താണ് പറയാ പാലും ആ ഒരു വെള്ളവും വിട്ട് കിട്ടുള്ളൂ. അപ്പൊ വിട്ട് കിട്ടുന്ന സമയത്ത് എളുപ്പം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കളയാം ഈ വെള്ളത്തിന്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്ലാസ് ആയിട്ടുള്ള രീതിയിൽ വല്ല ജഗ് പോലുള്ള സ്ഥലത്ത് ഒഴിക്കാൻ പറയണം. അപ്പോ ഇത് ഇങ്ങനെ ആക്കി ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ ആക്കി എടുക്കണം. അപ്പൊ അതിന്റെ പ്രോസസ്സ് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനെ പിഴിഞ്ഞ് നമ്മള് എടുക്കുക. ശരിക്കും പറഞ്ഞാല് നല്ല പാല് വരുന്നുണ്ട്. എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കണ്ടോ, ഞാനിതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈദയുടെ പാലെടുത്തത്. ഇതാണ് നമുക്ക് ബാക്കി കിട്ടിയ സാധനം. ഇതാണ് ഗ്ലൂറ്റൻ. ഇതാണ് ദേഹത്തിന് കേട്. ഇത് നമ്മൾ എടുത്ത് അങ്ങോട്ട് മാറ്റി. ഓക്കെ, അപ്പോ ഒന്നുമില്ല, വരുന്നില്ല. കണ്ടോ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു പാലുണ്ടല്ലോ, ഈ പാല് ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താവും വെച്ചാല് ഇത് വെള്ളം വേറെ പാല് വേറെ ആയിട്ട് കട്ടിയായിട്ട് വന്ന് നിൽക്കും. ആ പരുവം വരയ്ക്ക് നമ്മൾ അനക്കാതെ വെക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇനിയിപ്പോ ഇത് അനക്കാതെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് തെളിഞ്ഞു കിട്ടണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ 2 മണിക്കൂറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മൈദയുടെ വെള്ളവും ആ പാലും കൂടി തെളിയാനായിട്ട്. നോക്കൂ, ആ വെള്ളം തെളിഞ്ഞിട്ട് ആ പാൽ എത്രയാണ് എന്നുള്ളത് അത് കുറച്ചേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോ ഊറ്റിക്കളഞ്ഞിട്ടുള്ള ആ പാലാണിത്. ഓക്കെ, ഇതിലേക്ക് നമ്മള് ചേർക്കാൻ പോണത് തേങ്ങാപ്പാൽ. കട്ടിക്കുള്ള തേങ്ങാപ്പാല്. എന്നിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാല് എടുത്തിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ് യൂസ് ചെയ്തത്. ടിന്നില് കിട്ടില്ലേ, അതാണ് കേട്ടോ. കുറച്ചും കൂടി എളുപ്പമുണ്ട് കാര്യങ്ങളൊക്കെ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം യൂസ് ചെയ്യരുത്. നല്ല കൊഴുപ്പ് തോന്നിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തേങ്ങാപ്പാൽ തന്നെ യൂസ് ചെയ്യണേ. ഇവിടെ വെള്ളം യൂസ് ചെയ്യണ പ്രശ്നേ ഇല്ല. നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് കുഴപ്പമില്ല, അധികം കൊഴുപ്പില്ല. അപ്പൊ എന്നിട്ട് ഇതിനെ ഞാൻ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഞാനൊരു നല്ല ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ സംഭവം. നമ്മൾ ഇളക്കുമ്പോ തന്നെ ഒരു കട്ടി തോന്നിക്കും. നെയ്യോ അങ്ങനെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇനി സിമ്മിൽ വെച്ചിട്ട് ഇത് ആവണ സമയം കൊണ്ട് നമ്മള് പൊതുവെ ശർക്കരയാണ് ഇടുക. ശർക്കര, കരിപ്പട്ടി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇടുക. പഞ്ചസാരയിലും ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ പഞ്ചസാരയാണ് ഇവിടെ യൂസ് ചെയ്യണത്. പക്ഷെ ഈ എന്താണ് പറയാ, ഈ ഹൽവയ്ക്ക് പ്രത്യേകിച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആണ് കണ്ടുവരുന്നത്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ പതുക്കാവട്ടെ കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫുള്ളില് വെക്കണ്ട. ഫുള്ളില് വെച്ചാൽ പിന്നെ നിന്ന് ഇളക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ കാണുന്നത് നമ്മൾ കാരമലൈസ് ചെയ്യാൻ പോവാണ്. ഒരു 3 സ്പൂണ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ജസ്റ്റ് അനക്കാതെ. നിങ്ങൾക്ക് കാരമലൈസ് ചെയ്യാൻ അറിയണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയണേ. ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. ഒരു 3 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് ഇതിപ്പോ ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. നമ്മള് അനക്കണില്ല, ഇളക്കണില്ല, ഒന്നും ചെയ്യില്ല. അത് സ്ലോ ആയിട്ട് അത് തന്നെ ഉരുകിയിട്ട് വരണ സമയത്താണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോണം. ഓക്കെ, അതാവട്ടെ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹൽവ ഫസ്റ്റ് സ്റ്റേജ് ആണ്. കണ്ടോ, ഇതാ കുറുകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതാട്ടോ, കണ്ടല്ലേ, ഇങ്ങനെ
കുറുകാൻ തുടങ്ങിയിരിക്കുകയാണ്. നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ആവും. ഇളക്കണം കേട്ടോ. ഇപ്പൊ നോക്കൂ, ഇതാ കാരമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് എല്ലാവിടെയും ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഒന്നാക്കി കൊടുക്കുക. നല്ല ഭംഗിയുള്ള കളർ വേണം, ഡാർക്കും ആവരുത്. ഓക്കെ, നല്ല ഗോൾഡൻ കളറിൽ വേണം കേട്ടോ എടുക്കാൻ. ഇതൊക്കെ ഈ പറയണ സമയം കൊണ്ട് ഇതൊക്കെ ആവും. കോൺസെൻട്രേഷൻ വിടരുതേ. അപ്പുറത്ത് ഹൽവ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോൾഡൻ സിറപ്പ് ആവണ്ട കേട്ടോ. ഇതാ കണ്ടോ, ഇനിയും കുറച്ചും കൂടി ഡാർക്ക് ആവണം. ഓക്കെ, ഈ ഒരു പരുവത്തില് നമുക്ക് നിർത്തിയിട്ട് ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഞാന് ഈ കാരമലൈസ് ആയിട്ടുള്ളതിലേക്ക് ഒരു 3-4 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്തിനാണെന്നറിയോ, നമുക്ക് ആ തിക്ക് സിറപ്പ് അതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കട്ട പോലെ പിടിക്കും. പക്ഷെ നമ്മളതിനെ അലിയിച്ച് ഇതിൽ ഈ വെള്ളത്തിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം കുറച്ചായിട്ട് നമ്മൾ വെന്തുകൊണ്ടിരിക്കണ ആ തേങ്ങാപ്പാലും മൈദാപ്പാലിലേക്കും ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇതാ ഇത് കണ്ടോ, ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ആവുമ്പോൾ ഇതൊരു കാരമലൈസ് ആയിട്ടുള്ള വെള്ളമാവും. ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച അത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഓക്കെ, മിക്സ് ചെയ്തിട്ട് ഒരു കൈ ആയതുകൊണ്ട് ഞാനൊന്ന് ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിതിപ്പോ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശർക്കരയോ കരിപ്പട്ടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡ് കിട്ടും. ഇതിപ്പോ നമ്മൾ കാരമലൈസ് ചെയ്ത് ഒഴിച്ചതുകൊണ്ട് ആ കാരമലിന്റെ ആ ഒരു കളറേ വരുള്ളൂ. ഓക്കെ, പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് മസ്കോത്ത് ഹൽവ കളർ ഉണ്ടാവുക. ഒരുപാട് ഡാർക്ക് ആവുന്ന സമയത്ത് ആ കരിപ്പട്ടിയുടെയും ആ ശർക്കരയുടെയും കുത്തൽ എനിക്ക് ഇഷ്ടമാവാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പഞ്ചസാരയുടെ ആ ടേസ്റ്റ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് കിടന്നാവട്ടെ. ആയിട്ട് ഓരോ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ ഈ ഒരു പരുവം നോക്കൂ, വീണുണ്ടോ ഈ ഒരു ഫ്ലോന്റെ സമയത്ത് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാറായി എന്നർത്ഥം. അതായത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇടുമ്പോ ഫോൾഡ് വരണുണ്ടോ, കാണിച്ചു തരാം. മനസ്സിലായില്ലേ കാര്യം? എടുക്കണു, ഇങ്ങനെ ഇടണു. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും. പഞ്ചസാര തികച്ചും നിങ്ങളുടെ ചോയ്സ്. എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോ ഇട്ട് കൊടുക്കട്ടെ. പഞ്ചസാര ഇടാനേ. വീണ്ടും ഇത് വെള്ളമാവും. ഒരു ലൈറ്റ് മധുരത്തിൽ പിടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ മതിയാവില്ലല്ലോ, ഒന്നും കൂടി കഴിക്കണമെങ്കിൽ ഒരുപാട് മധുരമായിട്ട് എന്തിനാണ്. അപ്പോൾ ഇതങ്ങോട്ട് മിക്സ് ചെയ്യും നന്നായിട്ട്. വീണ്ടും വെള്ളമാവും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എന്നിട്ട് വീണ്ടും കട്ടിയാവാൻ തുടങ്ങും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്.
വീണ്ടും ലൂസായി കണ്ടു. ഇതാ ഇനി ഇതങ്ങട് നല്ല പോലെ ഇടയ്ക്ക് ഇളക്കി വിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിന്നൊക്കെ വിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ അലുവട പരുവാകും. ആ സമയത്താണ് നമ്മൾ അതിനെ പ്ലേറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ അതുവരെയ്ക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം സ്റ്റേജുകൾ എങ്ങനെയാ വരണതെന്ന്. ഏകദേശം ഒരു 45-50 മിനിറ്റോളം എടുക്കൂട്ടോ ഈ ഒരു പരുവത്തിന്ന് ആ ഒരു പരുവത്തിക്ക് എത്താനായിട്ട്. ഈ സമയത്ത് കറക്റ്റ് ആണോ മധുരം ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒക്കെ നല്ല സ്വാദുണ്ട്. എനിക്ക് എന്ത് ഇഷ്ടമാണ് ഈ അലുവ. ആ തേങ്ങാപ്പാലിന്റെ അവസാനത്തെ രുചി ഉണ്ടല്ലോ, തേങ്ങാപ്പാല് വരും, അതാണ് ഇതിന്റെ കിക്ക്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ നമ്മുടെ മോസ്കോത്ത് ഹൽവയുടെ കളറ്. What a pretty color, yeah. Look at that. Yum. ആയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ആ സ്റ്റേജ് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. നല്ലോണം ഉണ്ടായിരുന്നത് എല്ലാം ചുരുങ്ങി അത് നന്നായി വെന്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതാ ഇങ്ങനെ ഹൽവയുടെ ഒരു സ്റ്റേജ് ആവണേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് നോട്ട് ഇറ്റ് ഡൺ. ടേസ്റ്റ് നോക്കട്ടെ. ഒരു പഴുതും വിടാൻ പാടില്ല. ടേസ്റ്റ് നോക്കണേ. ഓ മൈ ഗോഷ്, അടിപൊളി. എനിക്ക് അവസാനത്തെ കോക്കനട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എന്തൊരു ടേസ്റ്റാന്നറിയോ. അപ്പോ ഇതാണ് അതിന്റെ ഏകദേശം വെന്തുകൊണ്ടിരിക്കുന്ന ഹലുവയുടെ സ്റ്റേജ്. ഓക്കെ, ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കിടന്ന് വേവ് തന്നെയാ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. That's how it looks. ഓക്കെ, കാണിച്ചു തരാം. നമ്മുടെ മോസ്കോത്ത് ഹൽവ റെഡിയായി. എന്റെ പൊന്നോ, ഇതിപ്പോ എത്ര എണ്ണ എന്താ നോക്കൂ. ഇതൊക്കെ എടുക്കണം കേട്ടോ. റെഡിയായി എന്നുള്ളതിന്റെ പരുവം എങ്ങനെയാ, നന്നായിട്ട് പതുക്കെ കേട്ടോ, പതുക്കെ തൊടുക. കണ്ടോ ആ ഒരു സ്റ്റിക്കി സ്റ്റേജ്. ഈ ഒരു പരുവം യു സീ, ഈ ഒരു സ്റ്റിക്കിനെസ് ആണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഈ ഒരു സ്റ്റിക്കിനെസ് സ്റ്റേജിൽ നമ്മൾ എടുക്കും. ഫൈൻ. പകുതി കഴിക്കാനേ സമയമില്ല, പറയാനും സമയമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനും സമയമില്ല. കഴിച്ചിട്ട് തന്നെ ഇത്രയായി. ഒരു രക്ഷയില്ല സത്യമായിട്ടും. ഈ സൈഡിൽ നിന്ന് നോണ്ടി തിന്നിട്ട് തന്നെ കണ്ടോ അങ്ങനെ. അയ്യോ എന്താ പൊന്നോ, അടിപൊളി. അപ്പൊ ഇതിനെ ഒരു ഗ്ലാസ് ബൗളിലേക്കോ ഏതിലേക്കാന്ന് വെച്ചാൽ ആക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, അബ്സല്യൂട്ട്ലി നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടില്ല, അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. വേണമെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെയ്യ് ഒഴിക്കരുത് കേട്ടോ. ഇത് ആയി എന്നുള്ളതിന്റെ ഒരു പരുവം പറഞ്ഞില്ലേ ഞാൻ. കണ്ടോ ഹൽവയുടെ ഷോ, എനിക്ക് വയ്യ. ഞാൻ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് എടുത്തിരിക്കുക. എന്റെ അപ്പ, ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. ഓക്കെ, ഞാൻ